ഹലോ ഫ്രണ്ട്സ്, വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ടൂ വീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ത്രീ വീലർ, ഫോർ വീലർ, ഏതൊരു വണ്ടിയാണെങ്കിലും നിങ്ങൾ വാഹനമെല്ലാം ഓടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ എല്ലാം വന്നിട്ടുണ്ടോ എന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്രയെല്ലാം പുറത്തെല്ലാം പോകുന്നവരാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ, മകൾ, ഇങ്ങനെ ആരെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ നമുക്ക് ആ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഫൈൻ എല്ലാം വന്നിട്ടുണ്ടോ എന്നെല്ലാം ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. ഇങ്ങനെ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക? വളരെ ഈസിയായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാൻ ഇവിടെ ഗൂഗിൾ പോയതിന് ശേഷം ഈ ചലാൻ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ചലാൻ പരിവാഹൻ .gov.in എന്ന ഈ ഒരു സൈറ്റിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ വെഹിക്കിൾ നമ്പർ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു വെഹിക്കിൾ നമ്പർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ വെഹിക്കിൾ നമ്പർ എല്ലാം തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വെഹിക്കിളിന് ഇതുവരെ വന്നിട്ടുള്ള ഫൈനുകളും അതുപോലെ ഏതെല്ലാമാണ് പെൻഡിങ് ഉള്ളത്, ഇനി എന്തെങ്കിലും പെൻഡിങ്ങിലുണ്ടോ, ഈ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എല്ലാം എടുക്കണമെങ്കിലെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ സാധിക്കുന്നതാണ്. അതുപോലെ എന്തിനാണ് ഈ ഫൈൻ വന്നിരിക്കുന്നത്, എത്ര എമൗണ്ടാണ് വന്നിരിക്കുന്നത്, ഈ ഡീറ്റെയിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ചലാൻ നമ്പറും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചലാൻ നമ്പർ എല്ലാം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പേജിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചലാൻ നമ്പർ എന്നതിന് താഴെയാണ് വെഹിക്കിൾ നമ്പർ എന്ന് വന്നിരുന്നത്. ആ ഒരു ചലാൻ നമ്പറിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ചലാൻ നമ്പർ എൻ്റർ ചെയ്ത് അത് നിങ്ങൾക്ക് പേയ്മെൻറ്റും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഇത് ഫൈൻ എല്ലാം വന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കുക. വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.